പ്രിയങ്ക ഗാന്ധിയുടെ മകനായിട്ടുള്ള റെയ്ഹാൻ റോബർട്ട് വദ്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഗസറ്റിൽ കൊടുത്ത് പേര് മാറ്റിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. റെയ്ഹാൻ റോബർട്ട് വദ്ര എന്നുള്ള പേര് മാറ്റി റെയ്ഹാൻ രാജീവ് ഗാന്ധി എന്നുള്ള പേരാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വശം എന്ന് പറയുന്നത്, ഇനി രാഹുൽ ഗാന്ധിക്ക് ശേഷം വരാൻ പോകുന്ന അടുത്ത തലമുറയിലെ ഇളമുറക്കാരൻ എന്നുള്ള രീതിയിൽ ഇനി അടുത്ത കോൺഗ്രസിനെ നയിക്കേണ്ടത് റെയ്ഹാൻ രാജീവ് ഗാന്ധി ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ പേരുമാറ്റം എന്നാണ് ഇപ്പോൾ പല വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ ഒരു പേരുമാറ്റത്തിൽ കോൺഗ്രസ് വളരെയധികം അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാക്ട് ചെക്ക് ഇതിൽ നടത്താനായിട്ട് കോൺഗ്രസ് പല ആൾക്കാരെയും പല PR ടീമുകളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഫാക്ട് ചെക്ക് ടീമുകളെല്ലാം പറയുന്നത് റെയ്ഹാൻ റോബർട്ട് വദ്രയുടെ പേര് മാറ്റിയോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ഫാക്ട് ചെക്ക് ഞങ്ങൾ നടത്തി. എന്നാൽ ഇത് മാറ്റിയെന്നും പറയാനാകില്ല, മാറ്റിയില്ലെന്നും പറയാനാകില്ല. ഇത് അൺവെരിഫൈഡ് ആണ്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അൺവെരിഫൈഡ് ആണ് എന്നാണ് ഈ ഫാക്ട് ചെക്കുകാർ പറയുന്നത്. പ്രധാനമായും ഫാക്ട് ചെക്കുകാർ അങ്ങനെ സംഭവങ്ങളൊന്നും പറയാറില്ല. അവർ അൺവെരിഫൈ ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ ഈ കാര്യം അവർക്ക് വെരിഫൈ പോലും ചെയ്യാത്ത രീതിയിൽ രഹസ്യമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് ഫാക്ട് ചെക്കുകാരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. റെയ്ഹാൻ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന പേരുമായി ഇപ്പോൾ റെയ്ഹാൻ റോബർട്ട് വദ്ര ഇറങ്ങാൻ പോവുകയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം വയനാട് പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോൾ റെയ്ഹാൻ റോബർട്ട് വദ്രയെ മുന്നിൽ നിർത്തി ജനങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. രാഹുൽ ഗാന്ധി 4 രാജ്യങ്ങൾ സന്ദർശിക്കാൻ എന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്തകൾ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ BJP പ്രചാരണം കൊടുത്ത് ലൈം ലൈറ്റിൽ നിർത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.